സംസ്ഥാനത്ത് നാളെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്കാണ്. വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനികളുടെ തൊഴിൽ ചൂഷണത്തിനെതിരെയാണ് പണിമുടക്ക്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമലിലേക്ക് പോകാം. അമൽ, നാളെ ഈ ഓൺലൈൻ ടാക്സി സർവീസുകൾ ഉണ്ടാകില്ല, കാരണം തൊഴിൽ ചൂഷണം തടയുക എന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പ്രതിഷേധ സമരം എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യം? ട്രേഡ് യൂണിയനുകളാണോ ഈ സമരത്തിന് പിന്നിലുള്ളത്? എന്താണ് നാളെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അതൊരു സൂചനാ പണിമുടക്കാണോ? ആർക്കും ഓൺലൈൻ ടാക്സികൾ കിട്ടില്ല എന്ന അവസ്ഥയായിരിക്കുമോ നാളെ ഉണ്ടാവുക? GK, ഏതായാലും കേരളത്തിലടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്നതാണ് ഓൺലൈൻ ടാക്സികളെ. ആ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് തന്നെ ഒരു പണിമുടക്കിന്റെ വക്കിലേക്ക് തള്ളിവിടപ്പെടുകയായിരുന്നു. അവരുടെ സംയുക്തമായിട്ടുള്ള സംഘടനകളാണ് ഇപ്പോൾ പണിമുടക്ക് നാളെ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ പ്രത്യക്ഷമായിരിക്കും ഈ ഒരു സമരം എന്നത്. പിന്നീട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളായ കോഴിക്കോടാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, ഇവിടെയെല്ലാം ഈ സമരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സമരത്തിന്റെ സംഘാടകർ പറയുന്നത്. ഇവരുടെ മുഖ്യമായ ആവശ്യമെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ ഓൺലൈൻ ടാക്സി നിരക്കുകളിൽ ഒരു ഏകീകരണം ഉണ്ടാക്കുക എന്നതാണ്. മറ്റു ചില ആവശ്യങ്ങളും ഈ ടാക്സി ഡ്രൈവേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അത് എന്ത് തന്നെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നാളത്തെ ഒരു സമരത്തിന്റെ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്താണ്? നിലവിൽ ഓൺലൈൻ ടാക്സി നിരക്ക് തന്നെയാണ് മെയിനായിട്ട്. അതായത് ഡ്രൈവേഴ്സിന് വരുമാനമില്ല. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സിന് വരുമാനം വളരെ കുറവ്. ഇവിടെ 3-4 ഓൺലൈൻ ടാക്സി കമ്പനികളുണ്ട്. അവരുടെ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആ മത്സരത്തിൽപ്പെട്ട് നമുക്ക് ഡ്രൈവേഴ്സിന് വരുമാനമില്ല. അപ്പോൾ നിലവിൽ ഇതിലൊരു ഗവൺമെൻറ് നിയമനിർമ്മാണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം ഗവൺമെൻറ് ഓൺലൈൻ ടാക്സി മേഖലകൾക്കെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരിക, ഏകീകൃത നിരക്ക് കൊണ്ടുവരിക, സർക്കാർ നിലവിലുള്ള നിരക്ക് കൊണ്ടുവരിക. ഇപ്പം നാളെ ഇപ്പോൾ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുന്ന ആർക്കും ടാക്സികൾ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിവിധ യൂണിയനുകളും, ട്രേഡ് യൂണിയനുകളും, സ്വതന്ത്ര യൂണിയനുകളും, സൊസൈറ്റികളും, വാട്സപ്പ് കൂട്ടായ്മകളും, അത്തരത്തിലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് തന്നെ നീങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പിന്തുണയുള്ള യൂണിയനുകളുടെ എല്ലാം പിന്തുണ ഈ ഒരു സമരത്തിനുണ്ട് അല്ലെ? ANTUC ആകട്ടെ, INTUC ആകട്ടെ, CITU ആകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്തുണ ഈ ഒരു സമരത്തിനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ട്രേഡ് യൂണിയനുകൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ ഈ മേഖലയുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്, ഈ സമരവുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഒരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുന്ന ആൾ പ്രയാസപ്പെടുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. GK. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നാളെ ഓൺലൈൻ ടാക്സി പണിമുടക്കാണ്. തൊഴിൽ ചൂഷണത്തിനെതിരെയാണ് സംയുക്തമായി ഡ്രൈവർമാർ പണിമുടക്കിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഓൺലൈൻ ടാക്സികൾ ലഭ്യമാകില്ല എന്നാണ് ഇതിലെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്.